പാലായിലെ ആകാശ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വെള്ളക്കെട്ട് രൂക്ഷമാണ്. പല പ്രദേശങ്ങളിലും മീനച്ചിലാറൊക്കെ കരകവിഞ്ഞ് ഒഴുകിയതോടെ പാലാ നഗരത്തിൽ പലയിടത്തും വെള്ളം കയറി. പാലയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന റോഡിൽ ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട്. മീനച്ചിലാർ കരകവിഞ്ഞ് ഒഴുകിയതിൻ്റെ ദൃശ്യങ്ങൾ, ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പാലാ നഗരം വെള്ളത്തിലായിരിക്കുന്നു. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ ശങ്കർ, പാലായിലാകമാനം വെള്ളം കയറിയ സ്ഥിതിയാണ്. ആകാശ ദൃശ്യങ്ങളിൽ പ്രേക്ഷകരോട് നമ്മളത് പങ്കുവയ്ക്കുകയുമാണ്. വിവരങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും ഈ കനത്ത മഴയിൽ പാലാ നഗരത്തിൽ പരക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. കുരിശുപള്ളി കവലയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഈരാറ്റുപേട്ടയ്ക്കും അതിനൊപ്പം തന്നെ കോട്ടയത്തേക്കും പോകുന്ന റോഡുകൾ പൂർണ്ണമായും മുങ്ങിയിരിക്കുകയാണ്. ഇതോടുകൂടി ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു എന്ന് തന്നെ പറയേണ്ട അവസ്ഥയാണ്. ഇത് എന്താ ഇവിടുത്തെ അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ വൈകുന്നേരം വരെ 5 അടി വെള്ളമായിരുന്നു പാലായിലുണ്ടായിരുന്നത്. ഇന്നലെ വൈകുന്നേരം 9 മണിക്ക് ശേഷം ഭയങ്കര ശക്തമായൊരു മഴയുണ്ടാകുകയും ഉരുൾപൊട്ടലുണ്ടാകുകയും ചെയ്തു. അപ്പം 5 അടി വൈകുന്നേരം ഉണ്ടായിരുന്ന വെള്ളം രാവിലെ ആയപ്പോഴത്തേനും പാലായി നമുക്കൊരു ജലനിരപ്പ് മുന്നറിയിപ്പ് സ്കെയിലുണ്ട്. അവിടുത്തെ 19 അടി വെള്ളമായിട്ട് ഉയരുകയാണ് ഉണ്ടായത്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും പാലാ ടൗണിൻ്റെ ഈ ഭാഗത്തെക്കുറിച്ച് പറയുമ്പോഴത്തേനും നമുക്ക് ലാലന്തോട് എന്ന് പറയുന്നുണ്ട്. മീനച്ചിലായിട്ടും ലാലന്തോടും കൂടെയാണ് ജോയിൻ ചെയ്യുന്നത്. ലാലന്തോട്ടിൽ നിന്നുള്ള വെള്ളമാണ് ഇങ്ങോട്ട് ഒഴുകി വന്നേക്കുന്നത്. പിന്നെ ഭരണങ്ങാനം ഏരിയ, പാലയിൽ നിന്ന് 5 കിലോമീറ്റർ കിഴക്കുള്ള ഭരണങ്ങാനം ഏരിയയിൽ പറയുകയാണെങ്കിൽ 2018 ഉണ്ടായിരിക്കുന്നതിനേക്കാളും വെള്ളമാണ് ആ പ്രദേശത്ത് വന്നേക്കുന്നത്. ഭരണങ്ങാനത്ത് പാലയിൽ നിന്ന് 5 കിലോമീറ്റർ മാറി കിഴക്കുള്ള പ്രദേശത്ത്. അപ്പം ആ വെള്ളം മീനച്ചിലാറ്റിൽ ഒഴുകി വരുന്ന സ്ഥിതി വരുമ്പം മീനച്ചിലാറ്റിലേക്ക് ജോയിൻ ചെയ്യുന്ന ലാലന്തോട്ടിൽ നിന്നുള്ള വെള്ളമാണ് സാധാരണ പാലാ ടൗണിൽ നമുക്ക് ആദ്യമേ കയറുന്നത്. പക്ഷേ ഈ തവണ മീനച്ചിലാറ്റിൽ കൂടെ ശരിക്കും വെള്ളം ഉയർന്നു വന്നപ്പോഴത്തേനും മീനച്ചിലാറ്റിൽ നിന്നും വെള്ളം പാലാ ടൗണിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആകെപ്പാടെയുള്ളൊരു പ്ലസ് പോയിന്റ്, പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്ന പാലായുടെ പടിഞ്ഞാറൻ പ്രദേശത്ത് ഒട്ടും വെള്ളമില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേഗത്തിൽ ഒഴുകി പോകുക എന്നുള്ളൊരു പോസിറ്റീവ് സൈഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ സാധാരണ ഒരു ഉരുള് പൊട്ടിയതിൻ്റെ വെള്ളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മണിക്കൂർ 6 തൊട്ട് 7 മണിക്കൂർ വരെ ഒഴുകി വരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ ഇന്നലെ രാത്രിയിൽ പാലായിലേക്കുള്ള ബാക്കിയുള്ള ഇടത്തോടുകളുടെ അകത്ത് മുഴുവൻ ആ പ്രദേശങ്ങളിൽ മുഴുവൻ ശക്തമായ മഴയാണ് ലഭിച്ചത്. ഏകദേശം മീനച്ചി നദീ സംരക്ഷണ സമിതിയുടെ റെയിൻ മോണിറ്ററിംഗ് നെറ്റ്വർക്കിൻ്റെ പ്രകാരം 200 സെൻറ്റിമീറ്റേഴ്സ്, അതായത് 20 cm മഴയാണ് നമുക്ക് ഈ പ്രദേശത്ത് കിട്ടുക. പാലാ നഗരത്തിൽ ഇന്നലെ 6 അടി 19 അടിയാണ്. ഇപ്പോൾ 22 അടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ഈ സമയം 9 മണി ആയപ്പോൾ നിലയിലാണ്. നല്ല വലിയ അപകട നിലയിൽ തന്നെയാണ്. ഒരു പാലായിലേക്ക് വരുന്ന കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഈരാറ്റുപേട്ട റോഡ്, മൂന്നാനി ആ റോഡ് മുഴുവൻ ബ്ലോക്ക്ഡ് ആണ്. കോട്ടയം റോഡിലേക്കുള്ള കൊട്ടാരമറ്റത്ത് വെള്ളം കയറി ഒരു 4 അടിയോളം വെച്ച് ഉയർന്നിട്ടുണ്ട്. പാലാ തൊടുപുഴ റോഡിലെ കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. ആൻഡ് ടൗണിലേക്ക് ഈ കാണുന്ന വെള്ളം ഒരടിയും കൂടെ കൂടുതൽ ഉയരാൻ വേണ്ടി നല്ല സാധ്യതയാണ്. ഈ നിൽക്കുന്ന സ്ഥലത്തും വെള്ളം ഉയരാമെന്ന് തോന്നുന്നത്. ഇപ്പോൾ വലിയൊരു വാഹനത്തിൽ മുന്നോട്ട് പോയതായിരുന്നു, പക്ഷേ ഇപ്പോൾ തിരിച്ച് എടുത്തുകൊണ്ട് ചേട്ടാ എന്ത് പറ്റി? അങ്ങോട്ട് പോകാൻ പറ്റില്ലേ? ഇല്ല, പോകാൻ പറ്റില്ല. വണ്ടിക്കും പോകാൻ പറ്റില്ല. എന്തോ ഈ വണ്ടിക്കും പോകാൻ പറ്റത്തില്ല. വെള്ളം വരവാണല്ലോ. എങ്ങോട്ടാ പോകുന്നത്? ഇനി എന്നെ തിരിച്ചു പോവാം, മാർക്കറ്റ് റോഡിലേക്ക് കയറി പോവാം. അവിടെയും പ്രശ്നമല്ലേ? കോട്ടയം റോഡൊക്കെ മുങ്ങിക്കിടക്കുക. കോട്ടയം റോഡ് മുങ്ങിക്കിടക്കും. അതെ. ഇത് ഇങ്ങോട്ട് രാമപുരം റോഡിലേക്ക് പോവാം. അവിടെ സമീപകാലത്ത് ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ട് ഇവിടെ വെള്ളം? ഇല്ല, എനിക്ക് തോന്നുന്നൊരു 3 വർഷം മുമ്പാന്ന് തോന്നുന്നു ഇതുപോലെ പൊങ്ങുന്നത്. ആയിക്കോട്ടെ. തീർച്ചയായിട്ടും ഈ വലിയ വാഹനങ്ങളാണ് അതുപോലും കയറാൻ. അതെ, ഇപ്പോൾ ഇവിടെ നാട്ടുകാർ പറയുകയാണ് നടുക്കൂടെ തന്നെ നടക്കണം, അല്ലെങ്കിൽ അപകടമാണെന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. കടകൾക്കുള്ളിലേക്ക്, അതൊരു തുണിക്കടയാണ്, ആ തുണിക്കടയ്ക്കുള്ളിലേക്കാണ് വെള്ളം ഇരച്ച് കയറിയിട്ടുള്ളത്. സമയത്തെ കടകളിലൊക്കെ തന്നെ ഭാഗ്യം വിൽക്കുന്ന ലോട്ടറി കടയും ഏകദേശം മുങ്ങിയ അവസ്ഥയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ സുരക്ഷിതമായ സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ വെള്ളം ഇനിയും ഉയരുമെന്നുള്ളതാണ് പറയുന്നത്. ചേട്ടാ എങ്ങനെയുണ്ട്? മുന്നോട്ട് പോകാൻ പറ്റുമോ? മുമ്പോട്ട് പോകാം, എന്നാലും വെള്ളം കൂടിക്കൊണ്ടിരിക്കുക. 2 മിനിറ്റിനുള്ളിൽ 2 ഇഞ്ചാണ് പൊങ്ങുന്നത്. അതും ഒരു പ്രശ്നമാണ്. ഈ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ മീനച്ചിലാറിൽ നിന്നൊക്കെ ഒഴുകി വരും. മീനച്ചിലാറിൽ നിന്നുള്ള വെള്ളമാണോ ഇത് കയറിയേക്കുന്നത്? മീനച്ചിലാറ്റിൽ നിന്ന് വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ ഇരട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ വെള്ളം തള്ളി ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. രാവിലെ ഉരുള് പൊട്ടിയതിൻ്റെ ഭാഗമായിട്ട് വെള്ളം കയറി വന്നാൽ എത്രത്തോളം വെള്ളം കൂടുതലും മീനച്ചിലാറ്റിൽ നിന്ന് തള്ളി കയറി വന്ന വെള്ളത്തിൻ്റെ ഭാഗമായിട്ട് വന്നാൽ ഇപ്പം ഒരു കട ഒഴിപ്പിക്കുവാണോ? കട എല്ലാവരും തന്നെ അടയ്ക്ക് ക്ലോസ് ചെയ്യുക, വെള്ളം കയറുന്നതുകൊണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഒരു കടയിൽ നിന്ന് രാവിലെ ജീവനക്കാർക്ക് വരാൻ വേണ്ടി ഇച്ചിരി താമസം എടുത്തു. കാരണം അവരെല്ലാം വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. ജീവനക്കാർ വരാൻ വേണ്ടി താമസിച്ചു. അങ്ങനെ വലിയൊരു നാശനഷ്ടമാണ് ഇവിടുത്തെ കടകളിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് സാധനങ്ങൾ മാറ്റുവാണെന്ന് തോന്നുന്നു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ ഇതെന്താ മാറ്റുവാണോ? സാധനം വെള്ളം വന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് സാധനം എല്ലാം മാറ്റുക. തക്കാലത്തേക്ക് മാറ്റുക. ഇവിടുന്ന് കൊണ്ടുപോവാ. ഇവിടുന്ന് കൊണ്ടുപോവാ.
ഒരുപാട് വെള്ളം കയറുമോ? കയറുമെന്ന് വെച്ചാൽ രാവിലെ ഇവിടെ താഴെ വരെ ഉള്ളൂ. ഇപ്പം അവിടെ വരെ കട കയറാറായി. മഴ പെയ്യുന്നില്ല എങ്കിൽ പോലും കയറുമോ? അതെല്ലാം കയറും, വെള്ളം കയറിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ അവിടുന്ന് തള്ളി വരുന്ന വെള്ളമാണോന്ന് അറിയത്തില്ല. അപ്പോൾ ഇത് ഒരു ലോഡ് കൊണ്ട് തീരുമോ? ബാക്കിയെല്ലാം മറ്റേ സ്റ്റാൻഡാക്കി കയറ്റി വെച്ചേക്കും. അരിയൊക്കെയാണ് ഇതില്ലേ? അരിയൊക്കെ, അരി പഞ്ചസാരയൊക്കെ മെയിനാണ്, അതെല്ലാം കയറ്റി വിട്ടുക. പറഞ്ഞു കേട്ടോ. പണിക്ക് വന്നതാ, ഇന്നലെ വന്നതാ. ഇപ്പൊ അവിടെ വെള്ളം കയറി പണിയില്ലാണ്ട് അവർ തിരിച്ചു പോക്കോളാന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. ഇനി ബസ് കിട്ടുമെന്ന് അറിയില്ല. ബസ്സൊന്നും കാണുന്നില്ലല്ലോ. അല്ല, ഇതുവഴിയൊക്കെ ബസ്സുള്ളതല്ലേ ഈ റോഡ് വഴിയൊക്കെ? അതെ, പക്ഷെ ഇപ്പൊ ബസ്സൊന്നും ഇല്ല, ഒരു വാഹനവും ഇല്ല. അതാണ് ഇപ്പൊ ഞങ്ങളുടെ പ്രശ്നം. എത്തിപ്പെടാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെയുള്ള ആൾക്കാർക്ക് പറയുന്നത് ആദ്യമായിട്ട് വെള്ളം കയറണം. ഇതാണ് ഇവിടുത്തെ പ്രശ്നമാണ്. കടകളിലോട്ടൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. പല കടകളിലെയും സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. ഇതൊരു ചെറുവള്ളിൽ സ്റ്റോഴ്സ് ആണ്. അരി ഉൾപ്പെടെ സാധനങ്ങൾ വിൽക്കുന്ന പലർക്ക് വിൽക്കുന്ന കടയാണ്. അവിടെ നിന്ന് അരി, പഞ്ചസാര എന്നിവയൊക്കെ തന്നെ എടുത്തുകൊണ്ട് പോവുകയാണ്. അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ തന്നെ കടയ്ക്കുള്ളിലേക്ക് വെള്ളം കയറും, ഇവയൊക്കെ നശിച്ചു പോകുന്ന അവസ്ഥയാകും. അപ്പോൾ വലിയൊരു ഭീഷണി തന്നെയാണ് ഈ മേഖലയിൽ നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. ഇപ്പോൾ ഇതൊരു ജംഗ്ഷനാണ്, നമുക്ക് കാണാം. ഇവിടെ എല്ലാം തന്നെ നല്ല വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഈ വെള്ളം നിറയുന്നതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ജലനിരപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇത്രയും പക്ഷേ ഇപ്പൊ മഴ തോന്നു നിൽക്കുന്നുണ്ടല്ലേ? നിലവിൽ മഴ ഇല്ല അവിടെ, പക്ഷേ മറ്റെവിടെയോ മഴ പെയ്യുന്നതിന്റെ ഫലമായി ഈ ആറൊക്കെ നിറഞ്ഞ് കവിഞ്ഞങ്ങോട്ടേക്ക് വെള്ളം കയറുന്നതാണ് അല്ലേ? അതെ അതെ, തീർച്ചയായും ചേട്ടാ. ഈ മഴ ഇപ്പം മാറി നിൽക്കുക, പക്ഷേ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? അവിടുന്ന് വെള്ളം ഇറങ്ങുന്ന പേട്ടയെന്ന് വെള്ളം ഇറങ്ങുന്നതിൻ്റെയാണ്. ഈരാറ്റുപേട്ടയെന്ന് വെള്ളം ഇറങ്ങുന്നതിൻ്റെയാണ് ഇപ്പം ഇങ്ങനെ വരുന്നത്. വെള്ളം കയറി വരുവാണോ? മിനിച്ചിലായിട്ട് നിന്ന് ഇവിടുന്ന് കയറി വരുന്ന വെള്ളം ഇപ്പം ഇറങ്ങി പോവോ? ഇപ്പം ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. അവിടുന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങി പോകും. ഇങ്ങനെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ലെന്നാണ് ആൾക്കാർ പറയുന്നത്. കണ്ടിട്ടില്ല. ഇങ്ങനെ മുങ്ങിയിട്ടില്ല. ഇത്രയാണ് 18-ലും ഇത്രയും പ്രശ്നം വന്നില്ലായിരുന്നു. ഇപ്പോഴാണ് വെള്ളം കൂടുതൽ, ഭയങ്കര കൂടുതൽ. ബസ്സുകളൊന്നും ഓടുന്നില്ലല്ലോ? ഒന്നും ഓടുന്നില്ല. ജോലിക്ക് പോകുന്നവർക്ക് തന്നെ അത് മുടങ്ങി. പിന്നെ അതെല്ലാം പോയി, ഇത്ര നേരമായില്ലേ. ഈ സമീപകാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. എന്തോ സമീപകാലത്തൊന്നും ഇങ്ങനെ വെള്ളം കയറിയിട്ടില്ല. പെട്ടെന്ന് കയറിയിട്ടില്ല. പക്ഷെ ഞാനൊരു മൊബൈൽ വ്യാപാരിയാണ്, മൊബൈലിലൂടെ നടത്തുന്ന വ്യാപാരിയാണ്. പെട്ടെന്ന് രാവിലെ ഒരു 4:30 ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ വ്യാപാരികൾ എന്നെ വിളിച്ച് പറഞ്ഞു, പെട്ടെന്ന് വരാൻ പറഞ്ഞു. വന്ന് പടപടയെന്ന് കയറി. പിന്നെ ഞങ്ങൾ എല്ലാം കൂടി മാറ്റി. ഈ സമീപകാലത്തൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ പെട്ടെന്ന് വന്നിട്ടുള്ള കേസ് കേട്ടത്. ഉരുൾ പൊട്ടിയതാണെന്ന് പറയുന്നു, നമുക്കറിയില്ല. പക്ഷേ എന്നാൽ ഒരുപാട് വ്യാപാരികൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ട്. ആ സ്റ്റാൻഡിനകത്ത് തന്നെ ഒരുപാട് ആൾക്കാർക്ക് വരാൻ പറ്റാതെ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. സ്റ്റാൻഡാണല്ലേ ഇത്? ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡിനകത്ത് തന്നെ ഒരുപാട് വ്യാപാരികൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തന്നെയാണെങ്കിലും പെട്ടെന്ന് കുറച്ച് വെള്ളം കയറി എങ്കിലും ഞാൻ കുറച്ച് മാറ്റി. എന്നാലും ഒരുപാട് വ്യാപാരികൾക്ക് ഇവിടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് നോക്കിക്കോ, എല്ലാം മൊത്തം പെടയെന്ന് കയറിക്കൊണ്ട് സ്പീഡിൽ കയറുക, സ്പീഡിൽ. അത് സാധാരണ ഇങ്ങനത്തെ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വന്നിട്ടില്ല. പക്ഷേ പാലാ കണ്ടിരിക്കുന്ന 2-3 കൊല്ലമായിട്ട് കണ്ടിരിക്കുന്നതിൽ ആദ്യത്തെ ഒരു അനുഭവമാണ്. നേരത്തെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ 2-3 കൊല്ലമായിട്ടൊരു പ്രശ്നങ്ങളില്ലായിരുന്നു. പ്രളയം ഉണ്ടായപ്പോഴുള്ള ഒരു വിഷയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ മൊത്തം മുങ്ങിപ്പോയി. ഈ ബസ് സ്റ്റാൻഡ് മൊത്തം പോയി. സാറ് നോക്കിയോ, അവിടെ മുഴുവൻ പാലാ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. പാലാ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പാലാന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ പൂർണ്ണമായിട്ടും മുങ്ങിപ്പോയിരിക്കുകയാണ്. ബസ്സുകൾക്കൊന്നും അകത്ത് കയറാൻ കഴിയില്ല, ആൾക്കാർക്ക് പോലും അകത്ത് കയറാൻ കഴിയാത്ത അവസ്ഥയാണ്. പല ആൾക്കാരും അവിടെ ഇവിടേക്കായിട്ടൊക്കെ സുരക്ഷിതമാക്കി നിൽക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും കനത്ത വെള്ളക്കെട്ട് തന്നെയാണ്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം തന്നെയാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ മേഖലയിലെ മഴ പെയ്തുണ്ടായ വെള്ളക്കെട്ടല്ല, ഈ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഒഴുകി വരുന്നതാണ് ഈ വെള്ളം. ഈരാറ്റുപേട്ടയിൽ നിന്നൊക്കെ ഒഴുകി വന്നതാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. സമയത്തൊന്നും, കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലൊരു വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടായിട്ടില്ല. 2018-നേക്കാൾ വലിയ വെള്ളക്കെട്ടാണ്, അല്ലെങ്കിൽ വെള്ളപ്പൊക്കമാണ് ഈ പ്രദേശത്ത് ഉണ്ടായെന്നുള്ളതാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. ആൾക്കാരൊക്കെ ഇപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. എങ്ങോട്ട് പോവാ? हम लोग हिंदी आदमी हैं। अच्छा ठीक है, कहाँ जा रहे हैं? हम लोग अभी इधर में काम करने के लिए आए हुए थे। ये सामान क्या है? इसमें टूल्स है। अच्छा ठीक है। इसमें टूल्स है। इधर काम कर रहा था ना अजय कुमार का इलेक्ट्रिक शॉप में। अच्छा, इधर सुबह से काम चलेगा? आज नहीं काम चलेगा। हम लोग जा रहा है वो एर्नाकुलम। ठीक है। ठीक है। हम लोगों ने अपना सारा सामान അവർക്കൊന്ന് ജോലി നടക്കത്തില്ല. അങ്ങനെ അവരും തിരിച്ചു പോവുകയാണ്. എറണാകുളത്തേക്ക് പോകണമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ വെള്ളക്കെട്ടിൽ വണ്ടി കിട്ടാത്തൊരു അവസ്ഥയുണ്ട്. പലയിടത്തും വാഹന ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് കൂടി വാഹനങ്ങൾ പോകാൻ കഴിയുന്നില്ല. ഇത് ഈരാറ്റുപേട്ട റൂട്ടാണ്. ഈ കോട്ടയത്തേക്ക് പോകുന്ന റോഡിൻ്റെ അവസ്ഥ എന്താ? കോട്ടയത്തോട്ട് പോകുന്ന റോഡിലും വെള്ളം നല്ലപോലെ കയറിയിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ കൊട്ടാരമ്പലം ഭാഗത്തൊക്കെ നല്ല വെള്ളമാണ്. പിന്നെ പാലാ പോകുന്ന റോഡിൽ
കടയം ഭാഗത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ആ, അതായത് പാലയിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ. വഴി കഴിയാത്ത അവസ്ഥയാണ്. ഞാനിപ്പോൾ എലിക്കുളത്തുനിന്ന് വരികയാണ്. കൃഷിച്ച് വണ്ടി വന്ന് ഞങ്ങൾ മരുന്ന് മേടിക്കാൻ വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം കൊണ്ട് കടകളൊന്നും തുറന്നിട്ടില്ല. ഇപ്പോഴും വെള്ളം ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് ആൾക്കാർ പറയുന്നത്. വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്, കുറയുന്നില്ല. മഴയും പെയ്യുന്നില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. ഞാൻ എലിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. അപ്പം അടുത്ത കാലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ മൊബൈൽ ഷോപ്പിന്റെ ആൾക്കാരാണ്, MRIയുടെ ആൾക്കാരാണ്. ഞങ്ങളുടെ മൊബൈൽ ഷോപ്പിലൊക്കെ ഒരുപാട് 2018 കവിച്ച് വെച്ചുള്ള വെള്ളമാണ് വരാൻ പോകുന്നത്. ഈരാറ്റുപേട്ട കണ്ടില്ലേ, ഒരു വർഷം കാണാത്ത വെള്ളം അവിടെ ഉണ്ടായെന്ന് അവർ പറയുന്നത്. ആ വെള്ളം എല്ലാം കൂടി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഏത് ലെവലിൽ എത്തുമെന്ന് ഒരു പിടിയില്ല. രാത്രി 2:30 മുതൽ ഞങ്ങളെല്ലാം കടയിൽ വന്നിരിക്കുന്ന ഓരോ സാധനം എടുത്ത് മാറ്റി മൊബൈൽ വ്യാപാരികൾക്കാണ് പെട്ടെന്ന് വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലുള്ള കടകളെല്ലാം മുങ്ങി. എല്ലാം മുങ്ങി. ഇനി പറഞ്ഞോണ്ടിരിക്കുക, വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണെന്ന് അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. അതിലെല്ലാം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് വെള്ളം കയറുമ്പോൾ എല്ലാവർക്കും ഒരു ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് അവരുടെ ഒറ്റയല്ല പറയുന്നത്, എല്ലാം കൂടെ ഓടി വരാൻ പെട്ടെന്ന് പറ്റുന്നില്ല. അതുകൊണ്ടുള്ള വലിയൊരു പ്രതിസന്ധി തന്നെയാണ് പാലക്കാരെ സംബന്ധിച്ച്. സമീപത്തെ റോഡുകളൊക്കെ തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മുനിസിപ്പൽ ബസ് സ്റ്റാൻഡും വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഈ അടുത്ത കാലത്തൊന്നും ഈ തരത്തിലൊരു വെള്ളക്കെട്ട് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് പറയുന്നത്. ഈരാറ്റുപേട്ടയിൽ ഉൾപ്പെടെ വെള്ളം ഇരച്ചെത്തിയതാണെന്നാണ് പറയുന്നത്. ഉരുൾപൊട്ടലിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള വെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും ഈ വെള്ളക്കെട്ട് അല്ലെങ്കിൽ ഈ ജലനിരപ്പ് ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പല കടകളിലേക്കും വെള്ളം കയറി. തുണിക്കടയിൽ നിന്ന് ഉൾപ്പെടെ ഇപ്പോൾ സമീപത്തെ പലചരക്ക് കടയിൽ നിന്ന് സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം. കഴിഞ്ഞ രാത്രി മുതൽ ആൾക്കാർ ഇവിടുത്തെ ഞാൻ തിരികെ വരാം.